ഹായ് ഓൾ വെൽക്കം ടു മൈ വീഡിയോ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അറീനിയസ് ഇക്വേഷനുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ നമുക്ക് നോക്കാം. At 500 Kelvin, the rate of a bimolecular reaction is 10 times the rate at 400 Kelvin. Find the activation energy of this reaction using Arrhenius equation. അപ്പോൾ ഇതാണ് പ്രോബ്ലം. അതായത് ഒരു റിയാക്ഷൻ 500 കെൽവിനിൽ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന റേറ്റ് എന്ന് വെച്ചാൽ 400 കെൽവിനിൽ നടക്കുമ്പോഴുള്ള റേറ്റിൻ്റെ 10 ടൈംസ് ആണ്. അപ്പം ഈ ഒരു കേസിൽ ഈ ഒരു റിയാക്ഷൻ്റെ ആക്ടിവേഷൻ എനർജിയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യൂസിങ് അറീനിയസ് ഇക്വേഷൻ. അപ്പോൾ നമ്മൾ അറീനിയസ് ഇക്വേഷൻ്റെ വീഡിയോ ചെയ്ത സമയത്ത് അതിൽ ഈ ഒരു ഇക്വേഷനെ പറ്റിയിട്ട് പറഞ്ഞിട്ടായിരുന്നു അല്ലേ. ln(k2/k1 = E/R × 1/T1 - 1/T2). അപ്പോൾ ഈ ഇക്വേഷൻ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് രണ്ട് ടെമ്പറേച്ചേഴ്സ് ആണല്ലോ തന്നത്, 400 കെൽവിനും അതേപോലെ തന്നെ 500 കെൽവിനും. അപ്പോൾ നമുക്ക് T1 ആയിട്ട് 400 കെൽവിൻ എടുക്കാം ആൻഡ് T2 ആയിട്ട് 500 കെൽവിൻ. അപ്പം T1 അതായത് 400 കെൽവിനിൽ ഉണ്ടാകുന്ന റേറ്റ് കോൺസ്റ്റൻറ്റ് നമുക്ക് K1 എന്ന് വിളിക്കാം. അപ്പം 500 കെൽവിനുള്ള റേറ്റ് കോൺസ്റ്റൻറ്റ് എന്ന് വെച്ചാൽ K2 ആകും. അതായത് അത് 10 ടൈംസ് ദ റേറ്റ് 400 കെൽവിൻ ആണല്ലോ. അപ്പോൾ നമുക്ക് 10 × K1 എന്ന് കൊടുത്തൂടെ. ഇനി ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ കൊണ്ടുപോയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകണം. അപ്പം ln K2ൻ്റെ സ്ഥലത്ത് 10K1/K1 തന്നെ കൊടുക്കുക = നമുക്ക് E ആണ് കണ്ടുപിടിക്കാനുള്ളത്. E/R എന്ന് വെച്ചാൽ എന്താ, ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ്. സോ 8.314 × 1/T1 ആയിട്ട് 400 മൈനസ് 1/T2 500 കൊടുക്കുകയാണ്. എന്നിട്ട് ഇത് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് E = 38,287.38 ജൂൾ കിട്ടുന്നുണ്ടാവും. So, thank you.